ഓപ്പൺഹൈമറിനോട് ആ പഴയ മൻഹാട്ടൻ പ്രോജക്റ്റ് ആ കമ്മിറ്റിയിലെ നീൽ ബോർ ചോദിക്കും, റോബർട്ട്, ക്യാൻ യു ഹിയർ ദി മ്യൂസിക് ഓഫ് ഫിസിക്സ്? അതേമാതിരി മെറ്റഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻ യു ഹിയർ ദി മ്യൂസിക് ഓഫ് ഫിസിക്സ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ കമ്മിറ്റിയിൽ ഒരുപാട് ന്യൂക്ലിയർ ഫിസിക്സ് ഉണ്ട്. കാരണം മൻഹാട്ടൻ പ്രോജക്റ്റ് ബോംബ് കണ്ടുപിടിക്കാൻ, അറ്റം ബോംബ് കണ്ടുപിടിക്കാനുള്ള കമ്മിറ്റിയാണല്ലോ. അതിൻ്റെ ലീഡറാണ് റോബർട്ട് ഓപ്പൺഹൈമർ. അപ്പം റോബർട്ട്, ക്യാൻ യു ഹിയർ ദി മ്യൂസിക് ഓഫ് ഫിസിക്സ് എന്ന് ചോദിക്കുമ്പോൾ ഓപ്പൺഹൈമർ സ്മൈൽസ് ആൻഡ് സെഡ് യെസ്. കാരണം ഈ ചോദിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റായിട്ട് മനസ്സിലായി. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫിസിസിസ്റ്റാണ് നീൽ ബോർ. ആ ക്വസ്റ്റ്യൻ മനസ്സിലായി. പക്ഷേ അവിടെ ഇരിക്കുന്ന മറ്റ് പല ആൾക്കാരും ആരും ന്യൂക്ലിയർ ഫിസിക്സിൽ പേപ്പേഴ്സൊക്കെ എഴുതിയവരാണ്. ഏത് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് കാണിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് മനസ്സിലാവാതിരുന്നുകൊണ്ട് അതിൽ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ബോർ, ക്യാൻ യു ടീച്ച് മീ ദാറ്റ് മ്യൂസിക്? അപ്പോൾ നീൽ ബോർ ചിരിച്ചേ ഉള്ളൂ. പക്ഷേ ഓപ്പൺഹൈമർ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം, വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട്, there is no meaning in asking an instrumental musician, can you read the notations? അത് ക്ലിയർ ആവേണ്ടതാണ്. അപ്പോഴും ഈ പല ആൾക്കാർ ഇങ്ങനെ നോക്കിയോണ്ട് ഈ അടുത്ത സ്റ്റേജും കൂടി, see, when he plays the music, he is not actually playing the notes. He sees notes and then he gets the music in mind and he plays that. അതുകൊണ്ട് can you hear the music of notations? Can you read the notations ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. അപ്പോൾ അതുപോലെ ഒരു സംഗതിയാണ് can you read the equations എന്നൊരു തിയററ്റിക്കൽ ഫിസിക്സിനോട് ചോദിക്കുന്നത്. അത് റീഡ് ചെയ്യാനും ഓർത്ത് വയ്ക്കാനും കഴിയുന്ന തിയററ്റിക്കൽ ഫിസിക്സ് ഉണ്ടായിരിക്കും. അവർ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതൊരു ആ കോണ്ടെക്സ്റ്റ് മാത്രം. അവർക്ക് ഈ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ താളം എന്താണ്, അതിൻ്റെ മ്യൂസിക് എന്താണെന്ന് മനസ്സിലാവില്ല. അതാണ് ഒരു സബാറ്റോമിക് സ്ട്രക്ചർ, അതിനകത്തുള്ള ഇലക്ട്രോൺ സ്പിൻ, റെസൊണൻസ്, അങ്ങനെ ക്വാർക്സ് ഡിറ്റർമിനിങ് ദി വെലോസിറ്റി ഓഫ് ന്യൂറോൺ ഇലക്ട്രോൺ ആക്ടിങ്, ഒരുപാട് സാധനങ്ങൾ ഈ സബാറ്റോമിക് യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്. അത് മുഴുവനും കൂടിയും എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല. ബെസ്റ്റ് ഒരു മെറ്റഫർ ഉപയോഗിക്കലാണ്, ക്യാൻ യു ഹിയർ ദി മ്യൂസിക് ഓഫ് ഫിസിക്സ്. അപ്പോൾ അത് അങ്ങനെ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അതിൻ്റെ മീനിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവും. സോ അതുപോലെ ഒരു സാധനം ഇത്തരം ഏത് ഡീപ്പർ നോളജിലും ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല ഹിസ്റ്ററി സ്റ്റുഡൻ്റ്, ഒരു ഹിസ്റ്റോറിയനായിട്ട് മാറുന്ന ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാളോട് ഒരു ആർക്കിയോളജിക്കൽ റിമെയിൻ എടുത്തിട്ട് ചോദിക്കേണ്ടത് ക്യാൻ യു ഐഡൻറ്റിഫൈ ദിസ് പോട്ടറി ആൻഡ് ഇറ്റ്സ് പീരിയഡ് എന്നല്ല ചോദിക്കേണ്ടത്. ക്യാൻ യു ഹിയർ ദി സൗണ്ട് ഓഫ് ദി പോട്ടേഴ്സ് വീൽ? അത് നിങ്ങൾക്ക് സഹായിക്കും. അല്ലെങ്കിൽ ഡു യു ഗെറ്റ് ദി ത്രോബിങ് ഓഫ് ലൈഫ് ഓഫ് ദി പീരിയഡ്? ഹൂ മെയ്ഡ് ദി പോട്ടറി, ഫോർ ഹൂം, and what was the speed of the wheel, what was the kind of clay, ഇങ്ങനെ പല സാധനങ്ങൾ. ആ ഒരു പോട്ടറി കഷ്ണമല്ല, ആ പോട്ടറി കഷ്ണത്തിലൂടെ ഒരു കാലഘട്ടത്തിലെ ലൈഫ് ആണ് പിടികിട്ടേണ്ടത്. അതുകൊണ്ട് ക്യാൻ യു ഗെറ്റ് ദി ലൈഫ് വെൻ യു സീ ദിസ് ഓബ്ജക്റ്റ് എന്നുള്ള ഒരു അത് പിടികിട്ടുന്ന ആൾക്ക് മാത്രമേ ഹിസ്റ്റോറിയൻ ആവാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ഈ ചരിത്രം എന്തിനു പഠിക്കണം എന്നുള്ള ചോദ്യം വളരെ ഓപ്പൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ്. ആസ് എ ഹിസ്റ്റോറിയൻ സർ എന്താ മറുപടി പറയുന്നത്? എന്തിനു നമ്മൾ ചരിത്രം എന്തുകൊണ്ട് പ്രധാനമുള്ള ഒരു കാര്യമാണ്? ചരിത്രം ശരിക്കും ഈ ആനുകാലിക ജീവിത സമസ്യകളിൽ ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് പഴയ കാലത്തേക്ക് നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജാതി ഇപ്പോഴും ഒരു അൺകോൺകേർഡ് ഈവിളാണ് സൊസൈറ്റി. അപ്പോൾ
എന്തായിരുന്നു ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് ജാതി ഉണ്ടായത്, എന്തുകൊണ്ടാണ് അതിങ്ങനെ എൻട്രൻച്ച്ഡ് ആയത് എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനുള്ള ആൾക്ക് പോയി അന്വേഷിക്കാനുള്ളതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഈ വർത്തമാനകാലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഒരു അസ്വാസ്ഥ്യം, അതിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞ് കോരിത്തരിക്കാൻ വേണ്ടിയിട്ടോ ദുരഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ടോ ഉള്ള അന്വേഷണമല്ല. അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് കണ്ടംപററി കോൺഷ്യസ്നെസ് ആണ്. അത് ഏത് സ്റ്റേജിലും ഉണ്ടാവും. ഹിസ്റ്റോറിയൻസ് മുഴുവനും അങ്ങനെയാണ് നല്ല സീരിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. അതല്ലാത്ത ഹിസ്റ്ററി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അതുണ്ട്. നമ്മൾ ആർക്കോ വേണ്ടി ഇങ്ങനെ അഭിമാനം കൊള്ളുകയാണ്. നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഗ്രേറ്റ് ആൻസിസ്റ്റേഴ്സ്. എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് കേട്ട സമയത്ത് ആരായിരിക്കും നമ്മളെ ആൻസിസ്റ്റേഴ്സ്? ഈ കാട്ടിലൊക്കെയുള്ള അന്നത്തെ ശബരാസ്, പൊളിന്ദാസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഗോത്രവർഗ്ഗങ്ങളായിരുന്നു. അതല്ല അശോകനാണോ, അതല്ല ചാണക്യനാണോ? ആരാണ് നമ്മുടെ ആൻസിസ്റ്റർ? ആർക്കിയോളജിയിൽ കിട്ടുന്ന ചെറിയ നല്ല എനിക്ക് പാത്ര കഷ്ണങ്ങളുണ്ട്. കൂമ്പാരം പോലെ പരുപരുക്കൻ പാത്രമുണ്ട്. ആ പാത്രത്തിൽ കഞ്ഞി കുടിച്ചിരുന്നത് ആരായിരിക്കും? ഈ ചെറിയ മിനുക്ക് പാത്രം ഉപയോഗിച്ചത് ആരായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നിയിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു വശത്ത് ദാസന്മാരെയും ദാസികളെയൊക്കെ പറ്റി പറയും. അശോകൻ്റെ ഈഡിക്സിൽ തന്നെ നിങ്ങൾ ദാസരോടും ഭ്രതകരോടും പ്രതിപത്തിയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നത് അശോകൻ ഇത് ആവർത്തിച്ച് ഈഡിക്റ്റിൽ പറയുന്നത് എന്തിനാണ്? ഒരു പേടി വരുന്ന പോലെ. കാരണം അത് ആവർത്തിക്കേണ്ടി വരുന്നത് എന്താ? നല്ല ഒരു ക്ലാസ്സിൽ നല്ല നിശബ്ദതയായിരിക്കും. ടീച്ചർ എപ്പോഴും സൈലൻസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുക. സൈലൻസ് എന്ന് ഒരു ടീച്ചർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ നിശബ്ദതയില്ല എന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വർത്തമാനം പറയുന്നതുകൊണ്ടല്ലേ മേശയെ നമ്മൾ അടിക്കുകയും സൈലൻസ് എന്ന് പറയുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ വാർണിങ്സ് നമുക്ക് കിട്ടുന്നു. ഇത്തരം വാർണിങ്സ് അത് അവിടെ വളരെ അശോകൻ്റെ കാലഘട്ടം ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അത് സമാധാനത്തിൻ്റെ കാലമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുക. സമാധാനത്തിൻ്റെ കാലമാണെങ്കിൽ നിങ്ങൾ എല്ലാ സമാജങ്ങളിലും കലഹം കൂടാതെ കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് അശോകൻ പറയുന്നത് എന്തിനാണ്? ആ കാലത്തുള്ള സമാജങ്ങൾ പ്രധാനമായിട്ട് ബുദ്ധമതത്തിൻ്റെ സമാജങ്ങളാണ്. അത് പിന്നെ രണ്ട് തരം ബുദ്ധമതം ഉണ്ട്. ഒന്ന് പഴയ തരത്തിലുള്ള, പിന്നൊന്ന് മഹായാനക്കാരും ഹീനയാനക്കാരും തമ്മിൽ വലിയ തർക്കം, ബഹളം. ആ സമാജങ്ങൾ കൂടുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവരുത് എന്ന് അയാൾ പറയണ്ടെങ്കിൽ, ഈഡിക്റ്റ് പറയണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമാധാനം ഇല്ലാത്ത സംഗതിയാണ്. എല്ലാ കാര്യങ്ങളും വിജിഗീഷുവിനെ ഈ വിജിതത്തിലെ പോലെ അന്വേഷിക്കാൻ സാധിക്കും. പാടലിപുത്രത്തിലെ മാതിരി എനിക്ക് എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കുമാരന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ ഈ നിഷേധങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കൊരു പേടി പോലെ തോന്നാറുണ്ട്. അപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തായിരിക്കും? പാടലിപുത്രത്തിൽ മാത്രമേ സമാധാനമുള്ളൂ, മറ്റൊരു സ്ഥലത്തും സമാധാനമില്ല എന്നൊക്കെയല്ലേ? പിന്നെ എന്തിനാണ് ഈ ഭയങ്കര സമാധാനം ഉള്ള ഇന്നത്തെ ഇന്ത്യ രാജ്യത്തേക്കാൾ വലിയൊരു സാമ്രാജ്യം? എന്തോ ആർക്കറിയാം. ഇങ്ങനെ ഒരു പ്രശ്നം, ഈ പ്രശ്നം നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒക്കെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അയാൾ ചരിത്രം എഴുതിയിരിക്കും. അയാൾ എഴുതുന്ന ചരിത്രത്തിൽ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അതിനൊരു പാൻ ഇന്ത്യൻ സ്വഭാവമാണോ ഉള്ളത്? അതോ കേരളത്തിന് അതിൻ്റെതായ ഹിസ്റ്ററി ഉണ്ടോ?
കാരണം വേറൊരു ചോദിക്കാൻ കാരണം നമ്മള് പരശുരാമൻ മഴ ഒഴിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്നുള്ളൊരു ഐതിഹ്യം നമ്മുടെ കേരളത്തെ പറ്റി മാത്രമേ അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടുള്ളൂ. ബാക്കി സ്റ്റേറ്റ്സിനെ പറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെ ഒരു ഐതിഹ്യം പക്ഷെ അയാൾ മഴയല്ല എറിഞ്ഞെന്നുള്ള വ്യത്യാസമായിരുന്നു. പല സ്ഥലത്തും പലതാ വലിച്ചെറിയുന്നത്. മൊറം എറിഞ്ഞിട്ടാണ് ഗുജറാത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശൂർപ്പാരകദേശം എന്ന് പറയുന്നത് മൊറം. ആ ചെവി മൊറം പോലെ ആയതുകൊണ്ടാണല്ലോ ശൂർപ്പണക എന്ന പേര്. ശൂർപ്പാരെന്ന് പറഞ്ഞാൽ മുറം എന്നാണ് അർത്ഥം. അല്ല, യുണീക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് യുണീക്ക്നെസ് നമ്മൾ കാണുന്നത് പോലെയല്ല. ഒന്ന്, അതിൻ്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത് അവിടെ മാത്രമാണ് പരശുരാമൻ വന്ന് ഭൂമി ബ്രാഹ്മണന് കൊടുക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും രാജാവ് തന്നെ നേരിട്ട് കൊടുക്കുകയാണ്. ബ്രഹ്മദേയങ്ങൾ ബ്രാഹ്മണ ഗോത്രങ്ങൾക്ക് കൊടുക്കുകയും അവരെ ക്ഷണിച്ചു വരുത്തി ഗോത്രങ്ങളെ താമസിപ്പിക്കുകയും അവരങ്ങനെ അടിമകളെ ഉണ്ടാക്കി ശൂദ്ര കർഷകപ്രായർ ആയിട്ടുള്ള ആൾക്കാർ എന്നുവെച്ചാൽ അടിമകൾ തന്നെയാണ്. കൃഷി അടിമകളെ ഉണ്ടാക്കി, അടിമ ജാതി ഉണ്ടാക്കി ഒക്കെ സോഷ്യൽ ഡിസിപ്ലിനിങ് ഒക്കെ നടത്തിയിട്ട് എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്തും പരശുരാമനിലേക്ക് ആണ്. ഞാറ്റുവേല കൊണ്ടുവന്ന പരശുരാമനാണ്, കാലാവസ്ഥ കൊണ്ടുവന്ന പരശുരാമനാണ്, എല്ലാം പരശുരാമൻ.